ഇലക്ഷൻ 2024. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വിധിയെഴുത്ത് വെള്ളിയാഴ്ച. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമാണ് വെള്ളിയാഴ്ച നടക്കുന്നത്. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെയും 89 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. കനത്ത ചൂടിലും ആവേശം ചോരാതെ കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. വെള്ളിയാഴ്ചയാണ് വിധിയെഴുത്ത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2,77,49,159 വോട്ടർമാർ സമ്മതിദാനം വിനിയോഗിക്കും. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലായി 26,67,221 വോട്ടർമാരാണുള്ളത്. 12,74,183 പുരുഷന്മാരും 13,93,003 സ്ത്രീകളും 35 ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 14,83,055 വോട്ടർമാരാണുള്ളത്. ഇതിൽ പുതുക്കാട് 2,05,029 വോട്ടർമാരും, ഒല്ലൂരിൽ 2,14,247 വോട്ടർമാരും, ഇരിങ്ങാലക്കുടയിൽ 2,07,194 പേരും, ചാലക്കുടിയിൽ 1,94,140 വോട്ടർമാരും ഉൾപ്പെടുന്നു. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലും, കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെടുന്നത്. പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും വ്യാഴാഴ്ച പൂർത്തിയാക്കിയിരുന്നു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും. കളക്ടറേറ്റിലെ 1ാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിൽ ബൂത്തുകളിൽ നിന്നുള്ള വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കും. ഒരു നിയമസഭാ മണ്ഡലത്തിന് 1 വീതം 13 ടെലിവിഷനുകളാണ് കൺട്രോൾ റൂമിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവേലൻസ് സ്ക്വാഡ്, ജില്ലയിൽ 16 ലൊക്കേഷനുകളിലെ ചെക്ക് പോസ്റ്റുകളിൽ സ്ഥാപിച്ച CCTV, 9 പരിശീലന കേന്ദ്രം, പോളിംഗ് സാമഗ്രികളുമായി സഞ്ചരിക്കുന്ന EVM വാഹനങ്ങൾ, വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ, ഡിസ്റ്റിലറി ആൻഡ് ബ്രൂവറി തുടങ്ങിയവയും തത്സമയം കമാൻഡ് കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കും. ജില്ലയിൽ സുരക്ഷിതമായ പോളിംഗ് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി. തെരഞ്ഞെടുപ്പ് ജോലിക്കായി 5000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കേരളം കഴിഞ്ഞ 30 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കാഴ്ചവെച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2019. പല മണ്ഡലങ്ങളിലും 80%-ലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചപ്പോൾ സംസ്ഥാനത്താകെ 77.84% പോളിംഗ് രേഖപ്പെടുത്തി. മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 3.95% അധികമായിരുന്നു ഇത്. ഇക്കുറി കനത്ത ചൂടിനിടെയാണ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്തുന്നത്. രാജ്യത്തെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4%-ഓളം പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഉഷ്ണതരംഗം ഇതിനൊരു കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം കേരളത്തിൽ ശക്തമായ പ്രചാരണം 3 മുന്നണികളും നടത്തിയെന്നതിനാൽ പോളിംഗ് ശതമാനം കുറയില്ല എന്നാണ് കരുതപ്പെടുന്നത്. വെള്ളിയാഴ്ച സമ്മതിദാനം രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വോട്ടർ പോളിംഗ് ബൂത്തിലെത്തിയാൽ പോളിംഗ് ബൂത്തിലെ ആദ്യ പോളിംഗ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ വോട്ടർ പട്ടികയിലെ സമ്മതിദായകന്റെ പേരും തിരിച്ചറിയൽ കാർഡും പരിശോധിക്കും. ശേഷം 2ാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ വോട്ടറുടെ കൈവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യും. തുടർന്ന് 3ാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ വോട്ടറുടെ സ്ലിപ്പ് വാങ്ങുകയും വിരലിലെ മഷിയടയാളം പരിശോധിക്കുകയും ചെയ്യും. ശേഷം വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനടുത്തേക്ക് പോകാം. EVM-ൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടേതോ നോട്ടയുടെയോ നേരെയുള്ള നീല ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്താം. തുടർന്ന് ബട്ടൺ അമർത്തിയ സ്ഥാനാർത്ഥിയുടെ പേരിനോ ചിഹ്നത്തിനോ നേരെയുള്ള ചുവന്ന ലൈറ്റ് തെളിയും. സമ്മതിദായകൻ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ നോട്ടയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് സ്ലിപ്പ്
വിവിപാറ്റ് ചിഹ്നം ചെയ്യുകയും വിവിപാറ്റ് മെഷീന്റെ സുതാര്യമായ വിൻഡോയിൽ 7 സെക്കൻഡ് ദൃശ്യമാവുകയും ചെയ്യും. തുടർന്ന് കൺട്രോൾ യൂണിറ്റിൽ നിന്നും ബീപ്പ് കേൾക്കാം. ഇത് സമ്മതിദായകൻ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തേണ്ട പിന്നണി വിവിപാറ്റ് മെഷീനിൽ സുരക്ഷിതമായിരിക്കും. വിവിപാറ്റിൽ ബാലറ്റ് സ്റ്റിഷ്മാനിയർ ശബ്ദത്തിലുള്ള ബീപ്പ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടാവുന്നതാണ്. പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർ ഏതെങ്കിലും അംഗീകൃത രേഖ കരുതണം. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, MNREGA തൊഴിൽ കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്ത്യൻ പാസ്പോർട്ട്, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭകളിലെ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, UDID കാർഡ് എന്നിവയിലേതെങ്കിലും ഉപയോഗിക്കാം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പോളിംഗ് ബൂത്തുകളെ ഹരിതാപമാക്കാൻ ജൈവ സാമഗ്രികളുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടിംഗ് സമയത്തും അതിനുശേഷവും സേനാംഗങ്ങളുടെ സേവനം എല്ലാ ബൂത്തുകളിലും ലഭ്യമായിരിക്കും. പോളിംഗിന് ശേഷം ശേഖരിക്കപ്പെട്ട മാലിന്യങ്ങൾ MCFലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും. തെരഞ്ഞെടുപ്പ് പ്രകൃതി സൗഹൃദമാക്കുന്നതിന് സമ്പൂർണ്ണ ഹരിതചട്ടം പാലിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത വസ്തുക്കൾ പോളിംഗ് ബൂത്തിൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. കുടിവെള്ള ഡിസ്പെൻസറുകൾ തയ്യാറാക്കണം. വെള്ളമെടുത്ത് കുടിക്കാനും ലഘുഭക്ഷണങ്ങൾ നൽകുന്നതിനും സ്റ്റീൽ, കുപ്പി, ഗ്ലാസുകൾ, പാത്രങ്ങൾ എന്നിവ ഒരുക്കണം. മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കാൻ ബിന്നുകൾ സ്ഥാപിക്കും. മാലിന്യ നീക്കം ഹരിതകർമ്മസേന വഴി നടപ്പാക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലും സഞ്ചികളിലും വിതരണം ചെയ്യരുത്. ജില്ലയിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ നിഷ്കർഷിച്ച പ്രകാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും. വേനൽ കണക്കിലെടുത്ത് വോട്ടർമാർക്ക് വെയിലേൽക്കാതിരിക്കാൻ പോളിംഗ് സ്റ്റേഷനുകളിൽ തണൽ പന്തലുകൾ ഒരുക്കും. പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം, ലഭ്യമായ സൗകര്യങ്ങൾ, വോട്ടർ അസിസ്റ്റന്റ് ബൂത്ത് എന്നിവയെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്നതിന് ശരിയായ അടയാളങ്ങൾ സ്ഥാപിക്കും. പ്രത്യേകം ശൗചാലയങ്ങളും ഒരുക്കും. ആവശ്യത്തിന് കുടിവെള്ളം സജ്ജമാക്കും. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും റാമ്പ് സൗകര്യം ഉറപ്പാക്കും.